ഓഫീസിൽ താങ്കളുടെ ഭാഗത്തു നിന്നും വളരെ വലിയൊരു തെറ്റ് സംഭവിച്ചു പോയി എന്ന് കരുതുക. അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ടതായ ഒരു പ്രധാന കാര്യം സമയത്ത് പൂർത്തീകരിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. സൂപ്പർവൈസറിൽ നിന്നും ഇന്ന് വഴക്ക് കേൾക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നു. എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി സൂപ്പർവൈസർ വളരെ ശാന്തമായി നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വഴക്ക് പറഞ്ഞതേയില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുക? നിങ്ങൾ പ്രതീക്ഷിച്ചത് അദ്ദേഹം വഴക്ക് പറയുമെന്നാണ്. എന്നാൽ അതുണ്ടായില്ല. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഉള്ളിൽ ഫീൽ ചെയ്യുക? സൂപ്പർവൈസറിന് നിങ്ങൾ ആശീർവാദങ്ങളാണ് കൊടുക്കുന്നത്. അതായത് സൂപ്പർവൈസറിന് നിങ്ങളിൽ നിന്നും ആശീർവാദങ്ങളാണ് ലഭിക്കുന്നത്. ദിവസം മുഴുവനും ഓരോ കർമ്മങ്ങളിൽ നിന്നും നമ്മൾ ആശീർവാദങ്ങൾ നേടുന്നു. അല്ലെങ്കിൽ ആശീർവാദങ്ങളുടെ ഓപ്പോസിറ്റായ വേദനകൾ സമ്പാദിക്കുന്നു. എവിടെയെങ്കിലും സേവനം ചെയ്യുമ്പോഴോ ചാരിറ്റി ചെയ്യുമ്പോഴോ കിട്ടുന്ന സംതൃപ്തി മാത്രമല്ല, എൻ്റെ പ്രവൃത്തികളുടെ ഫലമായി എനിക്ക് തിരികെ ബ്ലാക്ക് എനർജിയാണോ വൈറ്റ് എനർജിയാണോ ലഭിക്കുന്നത് എന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ആളുകളിൽ നിന്നും തെറ്റുകൾ ഉണ്ടാകാറുണ്ട്. ഓരോരുത്തരുടെയും ജോലി ചെയ്യുന്ന രീതി നമ്മളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെയാണ്. നമുക്ക് അവരെ സ്നേഹത്തോടെ മുന്നോട്ട് നയിക്കണം. പക്ഷേ മിസ്റ്റേക്സ് ഉണ്ടാകുന്നതും കെയർലെസ് ആകുന്നതും രണ്ടും രണ്ടാണ്. ഇത് രണ്ടിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഒരാളിൽ നിന്നും ഒരു തെറ്റുപറ്റി, വളരെ ആത്മാർത്ഥതയുള്ള ആളാണ്, കഠിനാധ്വാനിയാണ്, എന്നിട്ടും ഒരു തെറ്റ് പറ്റിപ്പോയി. രണ്ടാമത്തെ കാര്യം കെയർലെസ്നെസ്. ഒരാൾ ആത്മാർത്ഥതയുള്ള ആളല്ല, തന്നെ ഏൽപ്പിച്ച കാര്യം കൃത്യസമയത്ത് പൂർത്തീകരിക്കണമെന്ന് അറിയാം, എന്നിട്ടും അവർ അത് ചെയ്യാതിരിക്കുന്നു. ആരിൽ നിന്നെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു എന്ന് മനസ്സിലായാൽ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്നത് എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നിങ്ങനെയുള്ള ചർച്ചകൾ പോലും നടത്തരുത്. വളരെയധികം കഠിനാധ്വാനികളായിരിക്കും, ആത്മാർത്ഥതയും ഉണ്ടാകും, എങ്കിലും തെറ്റുകൾ സംഭവിക്കാം. മറിച്ച് ഒട്ടും ആത്മാർത്ഥതയില്ലാതെ അശ്രദ്ധമായി ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് തീർക്കാതിരുന്നാൽ അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാം. അച്ചടക്ക ലംഘനത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും ഫുൾ ടീമിനൊപ്പമായിരിക്കണം. അല്ലാതെ വെറുതെ ഒരാളിൽ അച്ചടക്ക ലംഘനം ചുമത്തരുത്. എല്ലാ തീരുമാനങ്ങളും എല്ലാവരും ഒന്നിച്ച് ഡിസൈഡ് ചെയ്യണം. ഇനി ഇത് ആവർത്തിച്ചാൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമെന്ന് തീരുമാനിക്കാം. അതിനുശേഷം വീണ്ടും പഴയ കാര്യം ആവർത്തിക്കുകയാണെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷനെ പ്രാബല്യത്തിൽ വരുത്താം. ഇത് നടപ്പിലാക്കാൻ കഴിയുമോ? ആദ്യം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം, അല്ലേ? എന്തായാലും ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടി വരും. എന്തെന്നാൽ ഇന്നത്തെ കാലത്ത് യുവാക്കളിൽ ബ്ലഡ് പ്രഷറും ഡയബറ്റീസും ഒക്കെ സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. ഈയിടെ നമ്മൾ കേട്ടു 40 വയസ്സുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ന്യൂസ് ചാനലുകളിൽ ഇതേക്കുറിച്ച് വളരെയധികം ചർച്ചകളും നടക്കുന്നു. അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു, മദ്യം കഴിക്കാത്ത ഒരാളായിരുന്നു, നന്നായി എക്സസൈസ് ചെയ്തിരുന്നു, ജിമ്മിൽ പോകാറുണ്ട്. എന്നിട്ടും എങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി? എല്ലാ കാരണങ്ങളും കേട്ടതിന് ശേഷം ഡോക്ടർ ഒരേ ഒരു മറുപടിയാണ് നൽകുന്നത്: സ്ട്രെസ്. ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ്. ലൈഫ് സ്റ്റൈലിൽ ജോലി ചെയ്യുന്ന രീതികളും ജോലി ചെയ്യിക്കുന്ന രീതികളും എല്ലാം ഉൾപ്പെടും. ജോലി ചെയ്യിക്കുന്ന രീതികളിൽ മുഴുകുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാനിടയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്നതിലും ചെയ്യിപ്പിക്കുന്നതിലും എന്ത് നേട്ടമാണുള്ളത്? അങ്ങനെ ജോലി ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എൻ്റെ കർമ്മങ്ങൾ കാരണം എൻ്റെ മുഴുവൻ കുടുംബത്തിൻ്റെയും ഭാഗ്യം തന്നെ മാറാനിടയും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് പ്രാവർത്തികമാക്കി നോക്കാം. ഏതു വിധത്തിലുള്ള അച്ചടക്ക ലംഘനത്തിനും എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കണം. അല്ലാതെ പെട്ടെന്നൊരു നടപടി എടുക്കുകയല്ല വേണ്ടത്. പെട്ടെന്നൊരു നടപടി എടുത്താൽ പിന്നെ അവർ ഒന്നും ചെയ്യാതെയാകും. നോക്കൂ, ഇപ്പോൾ കുട്ടികൾ എങ്ങനെയാണ്? അവർ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുക? ഇന്ന് നീ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? പറയൂ, നീ തന്നെ പറയൂ. അപ്പോൾ കുട്ടി പറയും, ഞാൻ ചെയ്യാം, പിന്നെ ചെയ്യാം. എന്നാൽ നമ്മൾ വീണ്ടും നിർബന്ധിക്കും, നീ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കുമെന്ന് എനിക്കറിയാം, എന്നാൽ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയേണ്ടത്. കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 2 മണിക്കൂർ TV കാണേണ്ട എന്ന് വയ്ക്കാം. അങ്ങനെ മതിയോ?
അപ്പോൾ അവൻ പറയും ഓക്കെ അങ്ങനെ ചെയ്യാം. എന്നാൽ ഈ തീരുമാനം എടുക്കേണ്ട താമസം അവൻ ഓട്ടോമാറ്റിക്കായി ഹോംവർക്ക് കൃത്യസമയത്ത് തന്നെ തീർത്തിരിക്കും. ഇനി ഏതെങ്കിലും ഒരു ദിവസം അവൻ ഹോംവർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രിക്റ്റായി 2 മണിക്കൂർ TV ഓൺ ചെയ്യാതിരിക്കണം. ആ ദിവസം സാരമില്ല എന്ന് കരുതി വിടാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു ചെറിയ ട്രാൻസിഷൻ പീരിയഡ് എല്ലാവർക്കും ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഡിസിപ്ലിനറി ആക്ഷൻസ് എല്ലായിടത്തും ആവശ്യമുണ്ട്. വളരെ ചെറിയ ചെറിയ താക്കീതുകൾ ഒരിക്കലും അടിച്ചേൽപ്പിക്കലാവരുത്. എന്തെന്നാൽ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുമ്പോൾ അത് സന്തോഷത്തെ ഇല്ലാതാക്കുന്നു, ആരോഗ്യത്തെ ബാധിക്കുന്നു, കൂടാതെ നമ്മുടെ പരസ്പര ബന്ധങ്ങൾ കയപ്പേറിയതായി മാറുകയും ചെയ്യുന്നു. ഇതെല്ലാം കൂടാതെ അവർ വീട്ടിലേക്ക് മടങ്ങി തൻ്റെ ദേഷ്യം മുഴുവനും കുടുംബത്തിന്മേൽ തീർക്കുന്നു. എന്നെ ഒരു സീനിയർ വഴക്കു പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ തിരിച്ചു വഴക്ക് പറയില്ലല്ലോ. എനിക്കൊന്നും പറയാനാവില്ല. അതുകൊണ്ട് ഞാൻ നിശബ്ദമായിരിക്കും. എന്നാൽ ആ എനർജി എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അതെന്തായാലും പുറത്തേക്ക് വരികയും മറ്റാരുടെയെങ്കിലും നേർക്ക് ഞാൻ അവ പ്രയോഗിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ എത്രയധികം ബന്ധങ്ങളാണ് തകരാറിലാകുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളെയും, മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും നിങ്ങൾ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇവിടെയുള്ളവർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്തെന്നാൽ അത് നിങ്ങളുടെ കുടുംബമാണ്. ആ ടീം നിങ്ങളുടെ കുടുംബം പോലെയാണ്. ആ ടീമിൽ ഇവയെ എങ്ങനെ പരിചയപ്പെടുത്തണം എന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത തവണ ഇവിടേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെല്ലാം ചെയ്യാനായി, ഏതെല്ലാം വർക്ക് ആയില്ല എന്നതൊക്കെ പറയണം. എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ചെയ്യാനായി എന്ന് വരില്ല. എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു, എന്തെല്ലാം ചെയ്യാനായില്ല, നമുക്ക് ഇവയൊക്കെ എത്ര ശതമാനം പ്രാവർത്തികമാക്കാനായി, എത്ര ശതമാനം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നോക്കണം. അതിനുശേഷം നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നോക്കാം. ഒട്ടും ദേഷ്യപ്പെടാതെ നോ ആങ്കർ സോണിൽ വളരെ സ്ട്രിക്റ്റായി കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കാം. ഒട്ടും തന്നെ ദേഷ്യപ്പെടാതെ നോ ആങ്കർ സോണിൽ നിന്നുകൊണ്ട് വളരെ സ്ട്രിക്റ്റായി കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കാം. വെറും പറച്ചിൽ മാത്രമല്ല. ഓക്കെ അല്ലേ? ഓരോ തവണയും സ്വയം പറയുക കൂടി വേണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എൻ്റെ ബ്ലഡ് പ്രഷർ സുരക്ഷിതമായി നിൽക്കുന്നു. ദേഷ്യപ്പെടാതിരിക്കുക എന്നാൽ മറ്റൊരാളോട് ഔദാര്യം കാണിക്കലല്ല. ഞാൻ നിങ്ങളെ ഇന്ന് വഴക്ക് പറഞ്ഞില്ല എന്ന് ആരോടും പറയാനാവില്ല. കാരണം ഞാൻ എൻ്റെ മാത്രം നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരാളുടെ ഗുണത്തിനല്ല. നിങ്ങളിൽ ആരെല്ലാമാണ് സിൻസിയറായി ഇവയെ മൺഡേ മുതൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്? പെർഫെക്റ്റ്. എപ്പോഴും ആദ്യം ടീമിൻ്റെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യണം. ജോലിക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. 4-5 ദിവസത്തെ ഒരു ട്രാൻസിഷൻ പീരിയഡ് അപ്പോഴും ഉണ്ടാകും. വേണമെങ്കിൽ ഒരാഴ്ചയുടെ ഒരു ട്രാൻസിഷൻ പീരിയഡും എടുക്കാവുന്നതാണ്. കാരണം പുതിയ ഒരു രീതിയിലേക്ക് മാറാൻ നമുക്കും സമയമെടുക്കും. പുതിയ ഒരു സിസ്റ്റവുമായി ഇഴുകിച്ചേരാൻ സമയം ആവശ്യമാണ്. എന്നാൽ ഒരാഴ്ചയിൽ കൂടുതൽ സമയം ഇതിനായി മാറ്റിവെക്കരുത്. 3 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും ഇവിടേക്ക് വരും. ഞങ്ങൾ ആരോടും ദേഷ്യപ്പെടാറില്ല, എന്നാൽ ഞങ്ങളുടെ ജോലി അത്ര നന്നായി പോകുന്നില്ല എന്നൊന്നും അപ്പോൾ പറയരുത്. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ദേഷ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ് പുറം ലോകം ധരിച്ചു വെച്ചിട്ടുള്ളത്. ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ആരും ജോലി ചെയ്യില്ല. ആരോടും ദേഷ്യപ്പെടാതെ തന്നെ എങ്ങനെ കാര്യങ്ങൾ നടത്താമെന്ന ഒരു സംസ്കാരമാണ് നമ്മൾ സൃഷ്ടിക്കുവാൻ പോകുന്നത്. ശരിയല്ലേ? ചില ചെറിയ ചെറിയ കാര്യങ്ങളെ നമുക്ക് മനസ്സിൽ നിന്നും പൂർണ്ണമായും മായ്ച്ചു കളയണം. ഈ ബാറ്ററിയെ വളരെയധികം വീക്കാക്കുന്ന ചെറിയ ചില കാര്യങ്ങളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിലൊന്ന് ദേഷ്യവും, രണ്ടാമത്തേത് ഗോസിപ്പും അഥവാ പരദൂഷണവുമാണ്. ഗോസിപ്പ് എന്നാൽ 4 പേർ ഒന്നിച്ചിരുന്ന് അപ്പോൾ അവിടെ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിനുശേഷം 4 പേരിൽ ഒരാൾ എഴുന്നേറ്റ് പോയാൽ പിന്നെ ചർച്ച അയാളെക്കുറിച്ചാകുന്നു. മറ്റുള്ളവരെക്കുറിച്ച് നെഗറ്റീവായ രീതിയിൽ ചർച്ച ചെയ്യുക, ഇവർ അങ്ങനെയാണ്, അവരങ്ങനെയാണ് എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് ഗോസിപ്പ് എന്ന് പറയുന്നത്. പരമാത്മാവ് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ ആരുടെ ദുർഗുണങ്ങളെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, ആ ബലഹീനതകൾ നമ്മുടെ മനസ്സിൻ്റെ ഭാഗമായി മാറാൻ തുടങ്ങുന്നു. കാരണം ചിന്തിക്കുന്നത് ഞാനാണല്ലോ.
നമ്മൾ ആരുടെയെങ്കിലും ദുർഗുണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ അവയെ നേരിട്ട് അവരോട് ചെന്ന് പറയുന്നതാണ് നല്ലത്. അല്ലാതെ അവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലൂടെ അവർക്ക് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നമുക്ക് അനവധി നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഈയിടെയായി ഗോസിപ്പ് വളരെ സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട്. വെറുതെ ടൈം പാസ് ചെയ്യാൻ വേണ്ടിയാണ് പരദൂഷണം പറയുന്നത് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പരദൂഷണം ഉപദ്രവകാരിയാണ്, ടോക്സിക്കാണ്. അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നത് ടോക്സിക്കാണ്. എന്തുകൊണ്ടെന്നാൽ അപവാദങ്ങൾ ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിനെ ഭാരിച്ചതാക്കുന്നു. അതുകൂടാതെ നമ്മുടെ ചുറ്റിലുമുള്ള അന്തരീക്ഷത്തിൻ്റെ ഊർജത്തെയും വളരെ ഹെവിയായി മാറ്റുന്നു. നിങ്ങൾ ഒരു ദിവസം മുഴുവനും അല്ലെങ്കിൽ വെറും ഒരു അരമണിക്കൂർ മാത്രം ഒരു കാര്യം ചെയ്തു നോക്കൂ. ഞാൻ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആരെക്കുറിച്ചും നെഗറ്റീവായി ഒന്നും തന്നെ ചിന്തിക്കുകയില്ല, പരചിന്തനം ചെയ്യില്ല, നെഗറ്റീവായി ഒന്നും പറയുകയില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും നേരിട്ട് ചെന്ന് അവരോട് സംസാരിക്കും. ഒരിക്കലും ആരോടും ആരുടെയും കുറ്റങ്ങൾ പറയുകയില്ല. ഇതിലൂടെ നിങ്ങൾക്ക് വളരെയധികം സമയവും ഊർജവും ലഭിക്കുന്നത് കാണാനാവും. ഈയിടെയായി നമ്മൾ പറയാറുണ്ട്, ഞാൻ വളരെ ബിസിയാണ്. സത്യത്തിൽ ദിവസത്തിലെ പകുതിയോളം സമയവും മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുന്നതിലാണ് ബിസിയായിരിക്കുന്നത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. വാട്സപ്പിലൂടെ ഫോർവേഡ് ആകുന്ന മെസ്സേജുകളിൽ പകുതിയിലധികവും മറ്റാരെങ്കിലും പറ്റിയായിരിക്കും. എന്തിന്? ഇതിൽ നിന്നൊക്കെ എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത്? അപവാദങ്ങൾ പറയുന്നതിൽ നിന്നും നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ചില കാര്യങ്ങളുടെ ഉള്ളടക്കം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ചിന്തകളുടെ റോ മെറ്റീരിയൽസ് എന്തെല്ലാമാണ്? നാം കേൾക്കുന്നതും കാണുന്നതും വായിക്കുന്നതുമായ കാര്യങ്ങൾ എങ്ങനെയാണോ നമ്മൾ അതുപോലെയായി മാറുന്നു. കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് മീഡിയയിലൂടെ മാത്രമല്ല, അതിൽ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങളുടെ പ്രധാന ഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇനി നമുക്കൊരു വ്രതമെടുക്കാൻ തുടങ്ങാം. ആരെങ്കിലും മറ്റൊരാളെക്കുറിച്ച് നെഗറ്റീവായി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നെഗറ്റീവ് ടോണിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് നെഗറ്റീവാണ് എന്ന് തോന്നാറില്ല. അത് സത്യമാണെന്നേ തോന്നാറുള്ളൂ. അവർ അത്ര നന്നായിട്ടായിരിക്കും നെഗറ്റീവായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആരെക്കുറിച്ചാണോ പറയുന്നത് അവരങ്ങനെ തന്നെയാണെന്ന് നമുക്ക് തോന്നും. മറ്റൊരാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പരസ്പരം പറയുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഇനി അവർ അങ്ങനെ തന്നെ ആണെങ്കിൽ കൂടി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് എന്ത് റിസൾട്ടാണ് ലഭിക്കാൻ പോകുന്നത്? ഇതിൽ നിന്ന് നമുക്ക് ഒരേ ഒരു റിസൾട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ബാറ്ററി ഡൗൺ ആകാൻ തുടങ്ങുന്നു. ഇത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന റിസൾട്ട്. അതുകൊണ്ട് എപ്പോഴും പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് പറയുക. ഏതെങ്കിലും സീനിയറിനോടാണ് പറയേണ്ടതെങ്കിൽ അവരോട് പറയുക. ഇതല്ലാതെ പരസ്പരം മറ്റുള്ളവരുടെ വീക്ക്നെസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എൻ്റെ എനർജിയെ വേസ്റ്റ് ആക്കുക മാത്രമാണ് ചെയ്യുക. നമ്മുടെ എനർജി ഏതെല്ലാം വഴികളിലൂടെയാണ് വേസ്റ്റ് ആക്കി പോകുന്നത് എന്ന് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കണം. ഒരാൾ ചെയ്യുന്ന ജോലി ശരിയായ വിധത്തിലുള്ളതാണെങ്കിൽ അവിടെ ഒരു സംസാരത്തിൻ്റെയും ആവശ്യമില്ല. ഇനി അതല്ല, തെറ്റായ വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളോട് എനിക്ക് വളരെ നല്ല ഉപദേശത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കണം. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുകയുള്ളൂ. വെറുതെ 10-15 മിനിറ്റ് നമ്മൾ ഇരുവരും മറ്റൊരാളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. നമ്മുടെ വിലപ്പെട്ട ആ 10-15 മിനിറ്റുകൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ 10-15 മിനിറ്റുകളുടെ ഇഫക്റ്റ് എന്തായിരിക്കും? ആദ്യം എൻ്റെ എനർജി ശൂന്യമാകുന്നു. പിന്നെ ഞാൻ താങ്കളെ പലതും കേൾപ്പിക്കുന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളെ താങ്കളുടെ മനസ്സിലേക്ക് തരുന്നു. അങ്ങനെ നമ്മൾ ഇരുവരും സംസാരിച്ചപ്പോൾ ഉണ്ടായ ബ്ലാക്ക് എനർജി ആരിലേക്കാണ് പോകുന്നത്? നെഗറ്റീവ് എനർജി എവിടേക്ക് പോകുന്നു? നമ്മൾ ആരെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അവരിലേക്കാണ് ബ്ലാക്ക് എനർജി എത്തിച്ചേരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അവരെ ചേഞ്ച് ആക്കാനാണ് ആഗ്രഹിച്ചത്. അവരിൽ വൈറ്റ് എനർജി നിറയ്ക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ബ്ലാക്ക് എനർജി പോകുന്നു. ആ നെഗറ്റീവ് എനർജി അവരെ പൂർവാധികം നെഗറ്റീവാക്കി മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊരു വിഷ്യസ് സർക്കിൾ അഥവാ ദൂഷിത വലമായി മാറുന്നു. നമ്മളെ ആർക്കും യൂസ് ചെയ്യാൻ കഴിയില്ല.
പേഴ്സണൽ ലൈഫിൽ പരസ്പരം ഉണ്ടാകാറുള്ള ഉരസലുകളെക്കുറിച്ച് മൂന്നാമതൊരാളോട് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഉദാഹരണത്തിന്, ഇന്ന് എനിക്ക് നല്ല സുഖമില്ല, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതേക്കുറിച്ച് ഞാൻ രണ്ടുപേരോട് പറയുന്നു, ഇന്ന് എനിക്ക് നല്ല സുഖമില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ നിന്നും ഏത് തരം ചിന്തകളാണ് വരിക? ഇവർക്ക് നല്ല സുഖമില്ല. ഇന്ന് ഇവർക്ക് നല്ല സുഖമില്ല. ഈ ചിന്തകളുടെ എനർജി എന്നിലേക്ക് വരുന്നു. എൻ്റെ അസുഖം ഭേദമാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ രണ്ടുപേർ എൻ്റെ അസുഖത്തെക്കുറിച്ച് വീണ്ടും 3 പേരോട് പറയുന്നു, ഇവർക്ക് നല്ല സുഖമില്ല. ഇതൊരു ആശീർവാദമായി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വി ഓൾവേസ് നീഡ് ടു ഫോക്കസ് ഓൺ എനർജി. എപ്പോഴും എനർജിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഓൾ ഈസ് വെൽ എന്ന പേരുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? അതിലെ ഓൾ ഈസ് വെൽ എന്ന് തുടങ്ങുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? ആ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? ഒരു കാര്യങ്ങളും ശരിയായി നടക്കുന്നില്ലെങ്കിൽ പോലും എന്താണ് പറയേണ്ടത്? കീപ് സേയിങ് ഓൾ ഈസ് വെൽ. ഒന്നും ശരിക്കും നടക്കുന്നില്ലെങ്കിലും എന്തിനാണ് ഓൾ ഈസ് വെൽ എന്ന് പറയുന്നത്? ഒന്നും ശരിയല്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ സങ്കൽപ് സെ സിദ്ധി, നമ്മുടെ ചിന്തകൾ യാഥാർത്ഥ്യങ്ങളായി പരിണമിക്കുന്നു. അവർ തോട്ട്സ് ക്രിയേറ്റ് അവർ റിയാലിറ്റി. നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം പറയുകയും ചെയ്താൽ നമുക്ക് നല്ലത് തന്നെ ഉണ്ടാകുന്നു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടേക്ക് വന്ന ഉടൻ ഒരു സഹോദരി എന്നോട് ചോദിക്കുന്നു, സിസ്റ്റർ എന്തു പറയുന്നു, സുഖമാണോ? ഞാൻ പറയും, അതെ സുഖമാണ്. ശരിക്കും സുഖമാണോ? അതെ, ഞാൻ പെർഫെക്റ്റായി ഇരിക്കുന്നു. അപ്പോൾ അവരെന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക? പെർഫെക്റ്റ്. അതിനുശേഷം അവരോട് വേറൊരു സഹോദരി എന്നെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ലഭിക്കുക? അതെ, സിസ്റ്റർ വളരെ സുഖമായിരിക്കുന്നു, പെർഫെക്റ്റാണ്. അങ്ങനെ കൂടുതൽ ആളുകൾ എന്നെക്കുറിച്ച് പെർഫെക്റ്റ് എന്ന ചിന്ത മാത്രം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിലേക്ക് 5 പേരിൽ നിന്നുകൂടി പെർഫെക്റ്റ് എന്ന ചിന്ത ബ്ലെസ്സിങ് ആയി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതോടെ എൻ്റെ അവസ്ഥ ഓട്ടോമാറ്റിക്കായി ഉയർന്ന നിലയിലേക്ക് എത്തുന്നു. എൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ആകുന്നു. ഇതാണ് ആശീർവാദങ്ങളുടെ ശക്തി. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരിക്കലും ആരുമായും പങ്കുവയ്ക്കരുത്. നിങ്ങളെ നേരായ വഴിയിലേക്ക് നയിക്കാനും പ്രശ്നപരിഹാരം കണ്ടെത്താനും കഴിയുന്നവരോട് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാം. പരിഹാരങ്ങൾ കണ്ടെത്താൻ ഗൈഡ് ചെയ്യുന്നവരോട് പറയാം. എന്നാൽ കുറച്ചു സമയത്തേക്ക് വേണ്ടി മനസ്സിനെ ഒന്ന് ലൈറ്റാക്കാനായി ഷെയർ ചെയ്യുന്നത് നല്ലതല്ല. പരസ്പരം സംസാരിക്കുന്ന 5 മിനിറ്റ് നിങ്ങൾ ലൈറ്റായി ഫീൽ ചെയ്യും. പക്ഷേ അതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് എനർജീസിനെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, വിവാഹിതയായ ഒരു പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് കരുതുക. മാതാപിതാക്കൾ ആദ്യം അവളോട് എന്താണ് ചോദിക്കാറുള്ളത്? നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാവരും എന്തു പറയുന്നു? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ അവൾ പറയാൻ തുടങ്ങും, അങ്ങനെയൊക്കെ കഴിയുന്നു. ഇറ്റ്സ് നോട്ട് വെരി ഫൈൻ. അദ്ദേഹം ഇങ്ങനെയാണ്, അമ്മായിയമ്മ അങ്ങനെയാണ്, അവരങ്ങനെ ചെയ്തു. അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അവൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ എൻ്റെ കാര്യങ്ങൾ മാതാപിതാക്കളോടല്ലാതെ വേറെ ആരോടാണ് പറയുക? മകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു, മനസ്സ് ലൈറ്റാക്കി, തിരിച്ചുപോയി. അതിനുശേഷം അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ സുഖമായി തന്നെയാണ് കഴിയുന്നത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം അച്ഛനമ്മമാരുടെ ചിന്തകൾ ഏത് വിധത്തിലായി മാറും? അവരുടെ ചിന്തകൾ എങ്ങനെയായിരിക്കും? പാവം, നമ്മുടെ മകൾക്ക് എന്തെല്ലാം സഹിക്കേണ്ടി വരുന്നു. പാവം, അവൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. നമ്മുടെ ഈ ചിന്തകളുടെ ഊർജങ്ങൾ മുഴുവനും ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. തൻ്റെ ബന്ധങ്ങളെയെല്ലാം വളരെ ദൃഢമാക്കാൻ ആ പെൺകുട്ടി നന്നായി പരിശ്രമിക്കുന്ന സമയത്താണ് ഈ നെഗറ്റീവ് എനർജി അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അവൾ സ്വന്തം വീട്ടിൽ പോയി പറഞ്ഞ കാര്യങ്ങളുടെ ഉള്ളടക്കം വിപരീതമായവയാണ്. മാതാപിതാക്കളോട് പറഞ്ഞ കാര്യങ്ങളുടെ ക്വാളിറ്റി നെഗറ്റീവാണ്. ഏത് തരത്തിലുള്ള ഇൻഫോർമേഷനും മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടതിനു ശേഷം നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന എനർജി, ഊർജം എപ്പോഴും വൈറ്റ് ആയിരിക്കണം. പോസിറ്റീവ് എനർജി മാത്രമേ നിങ്ങളിലേക്ക് എത്താൻ പാടുകയുള്ളൂ. ഇനി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ
അതിനു പ്രതിവിധി കണ്ടെത്താൻ കഴിവുള്ളവരെ മാത്രം സമീപിച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അങ്ങനെയുള്ളവരോട് കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഭൂരിപക്ഷം ആളുകളും നിങ്ങളെ പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കില്ല. അവർ വെറുതെ നിങ്ങളുമായി സംസാരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. പ്രതിവിധി പറഞ്ഞു തരില്ല. ഈ പ്രശ്നത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതാണ് സൊല്യൂഷൻ. അതാണ് പ്രതിവിധി. അവർ എന്തു ചെയ്യണം എന്ന് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല സൊല്യൂഷൻ. ഉദാഹരണത്തിന്, എനിക്ക് ഇവരുമായി ഒട്ടും തന്നെ യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ഞാൻ വേറൊരാളുടെ അടുത്ത് ഇവരുടെ കുറ്റം പറയുന്നു. അവരങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയുമോ? നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഇവരെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർ എങ്ങനെയായി മാറണം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ സ്വഭാവം മാറുമോ? ഇല്ല. ഞാൻ കുറ്റങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഇദ്ദേഹം എന്നെ ഗൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അവർ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ സ്വഭാവത്തെ എങ്ങനെ അവരുമായി യോജിച്ചു പോകുന്ന വിധത്തിലേക്ക് പരിവർത്തനപ്പെടുത്താനാകും എന്നത് മാത്രമാണ് കേൾക്കുന്നയാൾ പറഞ്ഞു തരേണ്ടത്. അതാണ് സൊല്യൂഷൻ. നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നതാണ് സൊല്യൂഷൻ. നമുക്കിടയിൽ ഇല്ലാത്ത ഒരാൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല സൊല്യൂഷൻ. സോ ഓൾവേസ് ബി സൊല്യൂഷൻ ഫോക്കസ്ഡ്. പ്രോബ്ലംസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മുടെ എനർജികളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അത് നമ്മുടെ ഊർജത്തെ ചോർത്തിക്കളയുന്നു. തീരെ സുഖമില്ലാത്ത ഒരാളെ കാണാൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ എന്താണ് പറയേണ്ടത്? നിങ്ങൾക്ക് വേഗം ഭേദമാകും. എവ്രിതിങ് വിൽ ബി ഫൈൻ. എവ്രിതിങ് വിൽ ബി പെർഫെക്റ്റ്. ഇത് മാത്രമേ അവരോട് പറയാൻ പാടുള്ളൂ. എന്നാൽ പുറമേ ഇത് പറഞ്ഞിട്ട് മനസ്സിൽ പാവം എത്ര ബുദ്ധിമുട്ടുന്നു, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ, പാവം എന്താവുമോ ആവോ, ഇങ്ങനെ ചിന്തിക്കരുത്. ഇതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആരോടും പറയരുത് എന്ന് പറയുന്നത്. ആരോടും പറയരുത്. അസുഖം ഭേദമായതിനു ശേഷം വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഒരു കാര്യമുണ്ടായി, എന്നാൽ ഇപ്പോൾ എവ്രിതിങ് ഈസ് പെർഫെക്റ്റ്. ഡോണ്ട് ലെറ്റ് നെഗറ്റീവ് എനർജി കം ഇൻ ടു യുവർ ലൈഫ്. ഒരിക്കലും നെഗറ്റീവ് എനർജികളെ നിങ്ങളുടെ വീട്ടിലെ ജീവിതത്തിലേക്ക് വരാൻ അനുവദിക്കരുത്. ആളുകൾ വീടിൻ്റെ പുറമെ കറുത്ത ഒരു മുഖം മൂടി പോലുള്ള ഒരു സാധനം വയ്ക്കാറുണ്ട്. നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വയ്ക്കുന്നത്. കറുത്ത മുഖം മൂടി നമ്മളെ ഒന്നിൽ നിന്നും സംരക്ഷിക്കുകയില്ല. മോശമായ എനർജി പുറമേ നിന്നും വരുമ്പോൾ അതിനെ തടയാൻ ഇവിടെയും എനർജി തന്നെയാണ് വേണ്ടത്. TV-യിൽ രാമായണം സീരിയൽ വന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ നിന്നും ഒരു അസ്ത്രം തൊടുത്തു വിടുമ്പോൾ അവിടെ നിന്നും ഒരു അസ്ത്രം അയക്കുന്നു. ഇവിടെ നിന്നും അയക്കുന്ന അസ്ത്രത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന അതിലും ശക്തിയായ ഒരു അസ്ത്രമാണ് എപ്പോഴും മറുഭാഗത്ത് നിന്ന് വരിക. എന്നാൽ മാത്രമേ അവ നടുവിൽ കൂട്ടിമുട്ടുമ്പോൾ ഇവയിൽ ഏറ്റവും ശക്തിശാലിയായ അസ്ത്രത്തിന് ശക്തി കുറഞ്ഞതിനെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് എനർജികൾ വരുന്നതും. ആരെങ്കിലും എന്നെക്കുറിച്ച് തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജി എന്നിലേക്ക് വരുന്നു. ആർക്കെങ്കിലും എന്നോട് അസൂയ ഉണ്ടാവാം. ചിലർക്ക് എന്നിൽ നിന്നും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആരെങ്കിലും എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നുണ്ടാവാം. ഈ പറഞ്ഞ എല്ലാ എനർജികളും എൻ്റെ അടുത്തേക്ക് എത്തും. എന്നാൽ ഇതിനെല്ലാം പകരമായി ഞാൻ അവർക്ക് വളരെയധികം ബ്ലെസ്സിങ്സ് ആണ് അയച്ചു കൊണ്ടിരിക്കേണ്ടത്. ആ അനുഗ്രഹങ്ങളുടെ ശക്തി കൊണ്ട് അവ എൻ്റെ അടുത്തെത്തും മുമ്പ് തന്നെ ഇല്ലാതായി പോകുന്നു. ഇതാണ് രാമായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. രാമായണത്തിൽ നേർക്കുനേരെ ഫിസിക്കലായി നിന്ന് യുദ്ധം ചെയ്യുന്നതല്ല കാണിക്കുന്നത്. ശരങ്ങൾ എനർജികളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ദിശയിൽ നിന്നും പോകുന്ന എനർജിയുടെ ശക്തിയെ മറികടക്കാനുള്ള അസ്ത്രമാണ്. എനർജിയാണ് എതിർ ദിശയിൽ നിന്നും തൊടുത്തുവിടുന്നത്. വീട്ടിലാണെങ്കിലും ബന്ധുക്കൾക്കിടയിലാണെങ്കിലും ഓഫീസിനുള്ളിലാണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഏത് ക്വാളിറ്റിയിലുള്ള എനർജിയാണോ എന്നിലേക്ക് വരുന്നത്, ഞാൻ സെയിം ക്വാളിറ്റിയിലുള്ള എനർജി തിരിച്ചയക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ശക്തിയുള്ള ഊർജ്ജമാണ് എനിക്ക് തിരികെ ലഭിക്കുക. എന്തുകൊണ്ട്? എനിക്ക് നിങ്ങളിൽ നിന്നും ബ്ലാക്ക്, അതായത് നെഗറ്റീവ് എനർജി വരികയാണെങ്കിൽ ഞാനും തിരിച്ച് ബ്ലാക്ക് നെഗറ്റീവ് തന്നെ അയക്കുന്നു. ആദ്യം നിങ്ങൾ എനിക്ക് ഒരു നെഗറ്റീവ് എനർജി അയച്ചു, ഞാനൊരു നെഗറ്റീവ് എനർജിയെ സ്വീകരിച്ചു.
എന്നിട്ട് ഞാൻ ഒരു നെഗറ്റീവ് എനർജി സൃഷ്ടിച്ച് അവയെ നിങ്ങളിലേക്ക് തിരിച്ചയക്കുന്നു. അങ്ങനെ 3 നെഗറ്റീവ് എനർജികൾ എന്നിൽ നിറയുന്നു. ഇതിനു പകരം നിങ്ങൾ എനിക്ക് ബ്ലാക്ക് എനർജി അയക്കുകയും ഞാൻ അതിലുമധികം വൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ പിന്നെ എനിക്ക് എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുക? വൈറ്റ്. എൻ്റെ വൈറ്റ് എനർജി ബ്ലാക്ക് എനർജിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. താങ്കൾക്ക് ആരെങ്കിലുമായി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ആരെങ്കിലും താങ്കളോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ, ദിവസവും രാവിലെ അവർക്ക് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുക. ഒരു നിമിഷം ആ ആത്മാവിനെ നിങ്ങളുടെ മനസ്സിൻ്റെ സ്ക്രീനിൽ കാണുക. എന്നിട്ട് വളരെ നല്ല ചിന്തകൾ അവർക്ക് നൽകുക. പരമാത്മാവിൽ നിന്നുമുള്ള എല്ലാ ശക്തികളും അനുഗ്രഹങ്ങളും നിങ്ങളിൽ നിറയുന്നു. നമ്മൾ ഇരുവരും വളരെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെയാണ് ജീവിക്കുന്നത്. ഒന്നും ശരിയായി നടക്കുന്നില്ല, എന്നാലും ഇങ്ങനെ മാത്രമേ പറയാവൂ. ഓൾ ഈസ് വെൽ എന്ന തത്വമാണ് ഇവിടെ പ്രാവർത്തികമാക്കേണ്ടത്. സോ അപ്ലൈ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഓൾ ഈസ് വെൽ. സോ ഓൾ ഈസ് വെൽ എന്നാൽ എന്താണ്? ഇത് വെറും ഒരു വാചകമല്ല, ഇതൊരു വിശ്വാസമാണ്, കോൺസെപ്റ്റാണ്. തോട്ട്സ് ക്രിയേറ്റ് റിയാലിറ്റി. സങ്കൽപ് സെ സിദ്ധി. സങ്കൽപ് സെ സിദ്ധി എന്നാൽ നിങ്ങൾ എന്താണോ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നത് അവയെക്കുറിച്ചാണ് സങ്കല്പിക്കേണ്ടത്. സങ്കല്പം എന്നാൽ ചിന്ത, വിചാരം എന്നൊക്കെയാണ് അർത്ഥം. ഇനി പറയൂ, നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാമാണ് യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് അതനുസരിച്ചുള്ള സങ്കല്പങ്ങളെ, ചിന്തകളെ സൃഷ്ടിക്കാം. വളരെ സിമ്പിളായ ഒരു ഉദാഹരണം എടുക്കാം. നമുക്ക് എല്ലായ്പ്പോഴും വളരെ പെർഫെക്റ്റായ ആരോഗ്യമാണ് വേണ്ടത്. ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ ആർക്കെല്ലാമാണ് പെർഫെക്റ്റ് ഹെൽത്ത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമെന്ന ആഗ്രഹമുള്ളത്? ഇതിനായി ദിവസവും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു സങ്കല്പം സൃഷ്ടിക്കുക. മൈ ബോഡി ഈസ് ഹെൽത്തി ആൻഡ് വിൽ ഓൾവേസ് ബി ഹെൽത്തി. എൻ്റെ ശരീരം പരിപൂർണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഞാൻ നിരോഗിയാണ്. ഞാൻ സദാ ആരോഗ്യവാനായി ഇരിക്കുകയും ചെയ്യും. ദിസ് ഈസ് എ ബ്ലെസ്സിങ്. എന്നെ അനുഗ്രഹിക്കൂ. ഇങ്ങനെ നമ്മൾ പലരോടും പറയാറുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ എത്ര പ്രാവശ്യം അനുഗ്രഹിക്കും? 1 or 2 പ്രാവശ്യം. അതിലധികം അനുഗ്രഹങ്ങൾ ആരും നൽകില്ല. എന്നാൽ നമ്മൾ ദിവസവും സ്വയത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ അത് യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങുന്നു. ബ്ലെസ്സിങ്സ് ബിക്കംസ് എ റിയാലിറ്റി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് സന്തോഷമായിരിക്കണം. വി വോണ്ട് ഹാപ്പിനെസ്. എനിക്ക് സന്തോഷമാണ് വേണ്ടത് എന്ന വാചകമല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ആ വാചകത്തെ മാറ്റി വേറൊരു വിധത്തിലാക്കണം. ഐ ആം ഓൾവേസ് ഹാപ്പി. ഞാൻ സദാ സന്തോഷവാനാണ്. പരമാത്മാവ് പറയുന്നു, ഞാൻ സന്തോഷമായിരിക്കുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്, ഞാൻ സദാ സന്തോഷവാനാണ് എന്ന് ചിന്തിക്കണം. അങ്ങനെയല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക? ഞാൻ സന്തോഷവതിയായിരുന്നു, എന്നാൽ ഇവർ ഇടയ്ക്ക് കയറി വന്നതുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും ഇല്ലാതായി. സദാ, ഓൾവേസ്. ജീവിതത്തിൽ ഏത് തരം സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലും ഐ ആം ഹാപ്പി. ഇതൊരു സങ്കല്പമാണ്. ഇനിയും പറയൂ, നിങ്ങൾ വേറെ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? ഇതേ രീതിയിലുള്ള സങ്കല്പങ്ങൾ ഏതു കാര്യങ്ങൾക്ക് വേണ്ടിയും സൃഷ്ടിക്കാം. എന്താണോ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത് അവയ്ക്കു വേണ്ടി ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ സൃഷ്ടിക്കാം. നിങ്ങൾക്ക് സ്വന്തം ഭാഗ്യത്തെ നിർമ്മിക്കാം. നമ്മുടെ ഭാഗ്യം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ് ഭാഗ്യം നിർമ്മിക്കപ്പെടുന്നത്. താങ്ക് യു മേരി ബാബ.